നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുമതിയെ അന്വേഷിച്ചാണ് ഇപ്പോൾ യാത്ര. സുമതി ഒരു പണ്ടത്തെ ഒരു ഓണർ ഡെത്തിന് കാരണമായ ഒരു പെൺകുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ദുരഭിമാന കൊല നേരിട്ട ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അങ്ങനെ ഈ ദുരഭിമാനത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആ സ്ഥലം പിന്നെ എസ് വളവ്, അതായത് സുമതി വളവ് എന്നറിയപ്പെട്ടു. പാലോട് ഭാഗത്ത് സുമതി എന്ന് പറഞ്ഞ രക്ഷി ഇപ്പോഴും ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പവർ ഉള്ള സ്ഥലമായി മാറി എന്ന് ഇപ്പോഴും വിശേഷിക്കപ്പെടുന്നു. അങ്ങനെ പലരും സുമതിയെ കണ്ടതായി പറയുന്നു. ചിലർ ആ വളവിൽ കൂടി ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ചിലർ പറയുന്നു അങ്ങനെയൊന്നും ഇതുവരെയും നമുക്കൊന്നും ഇത് തോന്നിയിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഏതോ ഒരു കാലത്ത്, അതായത് 1953 ജനുവരി 27 ഒരു ഓണർ ഡെത്ത് ആ സ്ഥലത്ത് നടന്നിരുന്നു. അതായത് ദുരഭിമാന കൊല അവിടെ സംഭവിച്ചിരുന്നു. അപ്പം ഇതിൽ ആയി ബന്ധപ്പെട്ടാണോ ഇനി ഇതിൻ്റെ പശ്ചാത്തലമാണോ പേരാണോ എന്താണെന്ന് അറിയില്ല. ഒരു സിനിമ മെയ് 8 തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്, സുമതി വളവ്. അർജുൻ അശോകൻ നമ്മളെ സാന്ത്വനത്തിൽ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഗോപിക, പിന്നെ ഗോകുൽ സുരേഷ്, പിന്നെ ഈ മാളികപ്പുറം ടീമിൻ്റെ ടീം അഭിലാഷ് പിള്ളയുടെ രചനയിൽ വരുന്ന ഒരു ചിത്രം സുമതി വളവ് മെയ് 8 തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഇനി ആ 1953 ഓണർ ഡെത്തിന് വിധേയമായ സുമതിയാണോ, അതിൻ്റെ പശ്ചാത്തലമാണോ, അതാ ഇനി പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിത്രം തിയേറ്ററുകളിൽ വന്ന് കണ്ടാലേ അറിയാവൂ. എന്തായാലും സുമതി വരട്ടെ, സുമതി വളവും വരട്ടെ. ഇവരുടെ സുമതി വളവ്, ഇവരേത് സുമതിയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ ഇനി നമുക്ക് കണ്ടാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ചിത്രത്തിൻ്റെ പ്രൊമോഷൻസൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് വരുന്നു, അപ്ഡേഷൻസൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മെയ് 8 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സുമതി ആരാണ്, അല്ലെങ്കിൽ ഇവർ കണ്ട സുമതി ആരാണ്, എന്താണ് സുമതി, ഈ സുമതി വളവിൽ ഇവർ എന്താണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന്.